വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗായ്സ്. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് കാൾ ഓഫ് ഡ്യൂട്ടി ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെറിയ വെറൈറ്റി ഉണ്ട്. നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്യണത് അത്ര റീസെൻ്റ് ആയിട്ടൊന്നുമല്ല ഗൈസ്. നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് ഗൈസ്. അപ്പോഴാണെങ്കിൽ നമ്മൾ അര മണിക്കൂറൊക്കെയാണ് വീഡിയോ എടുക്കുന്ന ടൈമിങ്. അപ്പോൾ അതിന് പകരം നമ്മൾ 10 മിനിറ്റിനുള്ളിൽ ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നു. ഒരു മാച്ച് അല്ലെങ്കിൽ 2 മാച്ച് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഷെഡ്യൂൾ. അപ്പം ഒരു ദിവസത്തിൽ 2-3 വീഡിയോസ്, ചെറിയ വീഡിയോസ് ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ സെറ്റപ്പ് വെച്ച് എഡിറ്റ് ചെയ്ത് ഇറക്കാം. ഒരു ദിവസത്തിൽ ഒറ്റ വീഡിയോ അല്ലെങ്കിൽ 2 വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫുൾ റാൻഡമൈസ്ഡ് ആണ് നമ്മൾ കളിക്കുന്നത്. എന്തൊരു കളിച്ചാലും ഫുൾ റാൻഡമൈസ്ഡ് ആയിരിക്കും. ടൂർണമെൻറ്റ് കളിക്കുമ്പോഴത്തേക്ക് മാത്രം നമ്മളാണെങ്കിൽ വേറെ മോഡായിരിക്കും കളിക്കണം. നമുക്ക് ഏതെങ്കിലും മാപ്പ് മതി. നമ്മൾ KSP വെച്ചാണ് കളിക്കുന്നത്. വൈസ് സെക്ഷൻ എന്ന് പറഞ്ഞ സ്കിന്നാണ്. നമ്മൾ ഗോൾഡൻ പാസ് കണക്കത്തെ സാധനം വേണം ഗൈസ്. തുടക്കുമ്പോൾ നമ്മൾ ചത്തു ഗൈസ്. സാധാരണ ഞാൻ ഓടിച്ചെന്നിട്ട് കില്ലൊക്കെയാണ് എടുക്കണം. അത് ഇപ്പം എൻ്റെ അനിയൻ്റെ കൂടെ അവൻ പുതിയൊരു അക്കൗണ്ട് എടുത്ത് കളിക്കണമുണ്ട്. അവൻ്റെ കൂടെ കളിച്ച് ബോട്ട്സിൻ്റെ കൂടെ പ്രാക്ടീസാണ് ഗൈസ്. അതുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി. ബോട്ട്സിൻ്റെ കൂടെ ആകുമ്പോഴത്തേക്കും നേരെ കയറി ചെന്ന് അടിച്ചിട്ടാലും കുഴപ്പമില്ല. കളി കയറണോ ഗൈസ്? നെറ്റ് പോയെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, നെറ്റ് പോയി. ഇപ്പോഴാണ് വന്നത്. നമ്മളെ നെറ്റ് കണക്ഷൻ അത്ര നല്ലതല്ല. ഓക്കെ, ഇത് നമ്മളെ M16 കണക്കാണ് ഫയർ ചെയ്യണം. 2 ഷോട്ട് കണക്കാണ് പോണ ഗൈസ്. അതുകൊണ്ട് ഒന്നും പറയത്തില്ല. ഈ ചെറിയ ഇമ്മണി കത്തിയൊരു ബോക്സിംഗ് ഗ്ലാസ് വെച്ചിട്ട് സെറ്റായാണ്. നെറ്റൊന്നും ഇല്ല ഗൈസ്. ഇവനൊന്നും വെടിവെച്ചിട്ട് കാര്യമില്ല. ചത്ത് ഗൈസ്. ഇപ്പോഴാണ് നമ്മൾ ചാവണ. അയ്യോ ഗൈസ്, നമുക്ക് പുതിയ ക്യാരക്ടർ കിട്ടി. നമ്മൾ ഹാക്കിങ് ആണ്. ഇത് നമ്മൾ ഹാക്കിങ് ഒന്നുമല്ല ഗൈസ്. കാൾ ഓഫ് ഡ്യൂട്ടി ബാൻ ചെയ്യല്ലേ. ഓ ചത്ത് ഗൈസ്. കത്തി വെച്ച് സ്ലൈഡ് അടിച്ച് കളിക്കാൻ മാത്രമേ അറിയാളൂ ഗൈസ്. ഇനിയിപ്പോൾ പിന്നെ പ്ലേയേഴ്സ് ആയതുകൊണ്ട് പിന്നെ ചെറുതായിട്ടൊന്ന് ബാക്കിലോട്ട് നോക്കേണ്ടി വരും ഗൈസ്. അല്ലെങ്കിൽ എവിടെന്നാ അടി വരണം, ആരാ എന്താ എവിടെന്നാ പോലും അറിയത്തില്ല ഗൈസ്. ഓക്കെ, നമ്മളെ കണ്ടായിരുന്നു. നമ്മളെ സൈഡിൽ കൂടെ കയറും നൈസായിട്ടൊന്ന് അടിച്ചിട്ട് പോകും. എന്നാൽ അത് നടന്നില്ല. ആഹാ,
നല്ല പട്ടിയാ ചേട്ടാ. എവിടെന്നാ മേടിച്ചതെന്നൊന്നും പറഞ്ഞു തന്നാൽ നമ്മളും കൂടെ നല്ല പറ്റി വാങ്ങിച്ചാണ്. സാധനത്തിന് തീർത്ത് പേടി വേണ്ട. ഭൈരവന്റെ പട്ടിക്കുട്ടിയാ. ആഹാ, ചേട്ടൻ തട്ട് മെഷീനൊക്കെ എടുത്തു. നാണ്ട അവിടെ വെറുതെ വന്ന് നിൽക്കണം എന്നെ അടിച്ചിട്ടിട്ട് പോവാൻ. നാണ്ട പൊട്ടണ ഗ്യാസ് കളിന്ന് തോക്കൊന്ന് തോന്നണം. പക്ഷെ അതുപോലെ നമ്മളറിയൂല ഗൈസ്. അങ്ങനത്തെ നെറ്റായിപ്പോയി ഗൈസ്. അപ്പം നമ്മളാണെങ്കിൽ ഓക്കെ.